ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. രാവിലെ 6:30 മണിയാണ്. 6:50 ഇവിടുന്ന് എറണാകുളത്തേക്കുള്ള ഒരു ട്രെയിനിലാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ജസ്റ്റ് ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിട്ട് അവിടെ എറണാകുളത്തല്ല, കൊച്ചിയിലെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യാത്ര. ഇവിടെ ഓവർ ബ്രിഡ്ജ് ഉണ്ടാണല്ലേ, പക്ഷെ ഒന്ന് സംഭവിച്ചതിന് ക്ലോസ് ചെയ്ത് ചെയ്യുക. എന്താണോ എന്തെങ്കിലും പണി ഉണ്ടാണോ എന്നതല്ല, അതുകൊണ്ടാണ് ഈ ആൾക്കാരൊക്കെ ഈ മറ്റേ റെയിൽ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കിടക്കുന്നത്. ഇവിടെ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്നിങ്ങനെ ഓവർ ബ്രിഡ്ജ് കയറി വന്നിട്ട് നമുക്ക് ലിഫ്റ്റിൽ ഇറങ്ങാം. അപ്പുറത്ത് ഈ ഓവർ ബ്രിഡ്ജ് അവിടെ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ആൾക്കാർ റെയിൽ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ കയറിയിരുന്നത്. ഗുരുവായൂർ എറണാകുളത്തേക്കുള്ള ടിക്കറ്റാണത്. 25 രൂപയാണ്. 6:50 ട്രെയിൻ എടുക്കുക. അപ്പോൾ ഗുരുവായൂരിൻ്റെ ഭക്തിയിൽ നിന്ന് കൊച്ചിയുടെ തിരക്കിലേക്കുള്ള ഒരു യാത്ര. ഒരു രാവിലെയുള്ള ഈ എറണാകുളത്തുള്ള ട്രെയിൻ ഉണ്ടല്ലോ, ഞാൻ മുമ്പ് യാത്ര ചെയ്തിട്ടുള്ളത്. ഭയങ്കര രസമാണ് ഈ ഒരു ടൈമിലുള്ള യാത്ര. നല്ല പുറത്തുള്ള കാഴ്ചകൾ. എറണാകുളം ജംഗ്ഷനിലാണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾ ഈ ഓവർ ബ്രിഡ്ജിൽ കയറിയിട്ട് ഓപ്പോസിറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മെട്രോ ഉണ്ട്. മെട്രോയിൽ കയറിയിട്ട് മറൈൻ ഡ്രൈവ് പോവാം. അവിടുന്ന് ഫോർട്ട് കൊച്ചിയിൽ ബോട്ടിൽ പോവാം. അതായത് മെട്രോ അല്ല, വാട്ടർ മെട്രോ. അപ്പോൾ അത് ചെന്ന് നോക്കട്ടെ. ഇവിടെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ അല്ല. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനാണ് അവിടെ ഉള്ളത്. ഇവിടെ ഒരു ഹവാനി റെസ്റ്റോറൻറ്റും ഉണ്ട്, ഇപ്പോഴത്തെ മുഗൾ റെസ്റ്റോറൻ്റ് ഉണ്ട് ഈ മെട്രോയുടെ അടുത്ത് തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മുഗൾ റെസ്റ്റോറൻറ്റ് കയറാമെന്ന് വിചാരിക്കും. അത്യാവശ്യം വലുപ്പമുള്ള റെസ്റ്റോറൻ്റ് ആണ്, ആൾക്കാർ അത്യാവശ്യം ഉണ്ട്. നോക്കി അവിടെ എന്താ സ്പെഷ്യൽ എന്നുള്ളത്. ഞാൻ അവിടെ കയറി വെക്കുമ്പോൾ അവിടെ ദോശ ഐറ്റംസ് അല്ല, പൊറോട്ട ചപ്പാത്തി ഉള്ളു. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കണ്ടില്ല ഒരു ഹവാനി, അങ്ങോട്ട് കയറി. ഗീ റോസ്റ്റ് ഉണ്ടോ? ഒരു കോഫി ഇട്ടാ. മറ്റേ ഇതിന്റെ ഓപ്പോസിറ്റ് കണ്ട റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതിന്റെ മുഗൾ റെസ്റ്റോറൻറ്റ്, അതിന്റെ അത്ര സ്പൈസ് ഇല്ല, അത്ര വൃത്തിയോ സ്പൈസ് കുറവാണ് അവിടെ. പക്ഷെ അവിടെ ഇവിടെ ജോലിക്കാരൊക്കെ എനിക്ക് തോന്നുന്നത് ബംഗാളി, നേപ്പാളി, ബീഹാറി ആ ടൈപ്പ് ആൾക്കാരാണ്. മലയാളികളെ ആരും അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതിൽ ഗീ റോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു കോഫി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഗീ റോസ്റ്റ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ, അത് വലിയ കുഴപ്പമില്ല. നമുക്ക് ഓർഡർ എടുത്ത ആളല്ലേ, അയാളെ പശ്ചിമ ബംഗാള്. ഇവിടെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട് വാട്സപ്പിൻ്റെ. ആ വാട്സപ്പിൻ്റെ നമ്പർ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് അതിലൊരു ഹായ് വിട്ടാൽ നമുക്ക് കൊടുക്കാം, പോകേണ്ടതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാം. നമുക്ക് ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം മെട്രോയുടെ. അത് ഇവിടെ വന്നിട്ട് എടുക്കണം, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് വരാവുന്നുള്ളൂ. അതിപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്തോ ഡിസ്കൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഫോൺ പേയിൽ ഫസ്റ്റ് ടിക്കറ്റ് ഫ്രീ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കിയില്ല, ഞാൻ ഗൂഗിൾ പേയിലാണ് ചെയ്തത്. ഞാനവിടെ ദുബായ് മെട്രോയിൽ പോയിട്ടുണ്ട്, മലേഷ്യയിൽ മെട്രോയിൽ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ മെട്രോ ഉണ്ടായിട്ട് കൊച്ചി മെട്രോയിൽ ഞാൻ ആദ്യമായിട്ട് കയറാൻ പോണത്.
ഈ കൊച്ചിയിലെ മെട്രോ അത്യാവശ്യം ഉണ്ടാകും, അത്ര തിരക്കുള്ള സ്ഥലമാണ് ഇവിടെ. ഇവിടെയൊക്കെ ശരിക്ക് ഈ മെട്രോ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഞാനിവിടെ MG റോഡിലാണ് വന്നിറങ്ങിയത്. ഇവിടെ അടുത്ത് മറൈൻ ഡ്രൈവിൽ നിന്ന് പോകണം. ഞാൻ അവിടെ നിന്ന് കയറുമ്പോൾ പറഞ്ഞില്ലേ, ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ വാട്സപ്പിൽ ഈ നമ്പർ നിങ്ങൾ വാട്സപ്പിൽ സേവ് ചെയ്ത് വെച്ചാൽ മതിട്ടാ. എന്നിട്ട് അതിൽ ഹായ് വിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ നിന്ന് MG റോഡിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ മറൈൻ ഡ്രൈവ് പോകണം. അച്ഛൻ്റെ പേരെന്താ? എൻ്റെ പേര് ഇവിടെ തന്നെയാണോ? പൈപ്പിന് ആ ബോസ് നമ്മളിന്ന് ഓട്ടോക്ക് 60 രൂപ അടിച്ചു. 2 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ മറൈൻ ഡ്രൈവ് എത്തിയിട്ടുണ്ട്. മറൈൻ ഡ്രൈവിൽ ഇവിടെ ബോട്ട് ഒക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മളെ മെട്രോ ഉള്ളത്, വാട്ടർ മെട്രോ ഉള്ളത്. നേരാണ് നമ്മടെ കൊച്ചി, ഇവ നമ്മടെ മുത്താണ്, പറയാനുണ്ട് നമ്മടെ കൊച്ചി, കഥ ചൊല്ലാം പലതാണ്. നേരാണ് നമ്മടെ കൊച്ചി, ഇവ നമ്മടെ മുത്താണ്. ആണ് വാട്ടർ മെട്രോ. ഈ മറൈൻ ഡ്രൈവിൽ വന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ചിലരെന്തൊക്കെയോ ചിന്തിച്ചിരിക്കണം, ചിലർ അങ്ങ് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് ദൂരെ കായലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഒരുപാട് കപ്പിൾസ് ഉണ്ടാവും, പ്രണയ ജോഡികളുണ്ടാവും. ഇപ്പം ഈ സമയത്ത് അത്ര ഇതില്ല. ഇപ്പോൾ ഞാൻ രാവിലെ ഒരു 10-11 മണി ആ ടൈമല്ലേ. പക്ഷെ ഒരു വൈകിട്ടൊക്കെ ആണെങ്കിലാണ് അതിൻ്റെ ഒരു എന്താ പറയുക, മറൈൻ ഡ്രൈവിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണണമെങ്കിൽ ഒരു വൈകിട്ട് കുറച്ച് ആളും ബഹളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ആരും ഇല്ല. എന്നാലും അത് ആ മറൈൻ ഡ്രൈവിൽ വന്ന് ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ടാവും. ഇങ്ങനെ ജോഡികൾ ഇരിക്കുന്നതും അല്ലെങ്കിൽ വെറുതെയെങ്കിലും എന്തൊക്കെ ചിന്തിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ. ഈ ഒരു ബിൽഡിംഗ് മറൈൻ ഡ്രൈവിൽ മെയിൻ ഒരു ഹൈലൈറ്റ് സാധനമുണ്ട്. മഹാദേവ പട്ടണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. സ്പിനാലേന്റെ ഭാഗം കൂടിയാണ് അത്, വിച്ച് ഇസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഈ ഒരു ബോട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കണമെന്ന് പറയണത്. ഇവിടെ ഞാൻ 2 ആൾക്കാരെ പരിചയപ്പെട്ടു, നിഷാദും നിയാസും. നിഷാദ് അല്ലേ? ഷിയാദ്, നിഷാദ്, നിയാസ്. ഇവരിവിടെ ഫോർട്ട് കൊച്ചിയിലെ ആൾക്കാരാണ്, ഈ നാട്ടുകാരാണ്. നമ്മുടെ നിഷാദ് നല്ല പാട്ട് പാടുന്ന പറയുന്നുണ്ട്. നമുക്കൊന്ന് പാട്ട് പഠിക്കാം. മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട്, നാണത്താൽ ചിരിത്തൂക്കും സുന്ദരിയായ മോളാണ്, കിന്നാര കഥ പറയാൻ കൂട്ടുവന്നൊരു പെണ്ണാണ്. മനസ്സിന്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട്, കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട്. നഗീ ജാനേ രാമ രാമ ജാനകി ജാനേ. യാദർശികമായിട്ട് ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടുപിട്ടിയതാണ്. കൊച്ചിക്കാരായ 2 ആൾക്കാർ നല്ല വൈബ് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ ഷെയറായി. ഇനി ഞാൻ മെട്രോയിൽ കയറിയിട്ട്, വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകും. ഇതിങ്ങനെ ഒരുപാട് ദൂരം നടക്കേണ്ട, ഒരു 2-3 കിലോമീറ്റർ ഈ മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ നിങ്ങൾ നേരെ പോയാൽ ഒരു പാർക്കുണ്ട്. എന്നോട് അവർ പറഞ്ഞത് ചുംബന പാർക്ക് എന്നതിന് പറയാം. അവിടെ ആകെ കപ്പിൾസ് വന്നിട്ട് നമുക്ക് ഇരിക്കുന്ന സ്ഥലമാണ്. ഇത് മറൈൻ ഡ്രൈവിൻ്റെ ഒരു നല്ല ഭംഗിയാണെങ്കിൽ ഒരു വൈകിട്ട് ഒന്ന് നല്ല ഈവനിങ്ങിൽ വരണം. ഞാനിപ്പോൾ ഇവിടുത്തെ വാട്ടർ മെട്രോയിൽ ഇതെടുത്തിട്ട് നേരെ ഫോർട്ട് കൊച്ചിയിൽ പോകാം. നമ്മളെ ഇതിനുള്ളിൽ കടന്നാൽ ഇവിടെ ഒരു ബുക്ക് സ്റ്റാളുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ് ടിക്കറ്റിൻ്റെ ഇവിടെ ചെറിയൊരു സ്റ്റാളുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട്. പ്രവേശനം നമ്മളവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത്, ഇതാണ് വാട്ടർ മെട്രോയുടെ ടിക്കറ്റ്. ഇവിടെ ബോട്ടുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഒരു ബോട്ട് പോയി, അടുത്ത ബോട്ട് വരണപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. ഇവിടെ വെയിറ്റ് ചെയ്യാനുള്ള
ഇരിക്കുന്ന സ്ഥലം ഒരുപാടുണ്ട്. നമ്മുടെ വാട്ടർ മെട്രോ വന്നു, നമ്മുടെ ബോട്ടിലേക്ക് കയറാൻ പോകണം. ഇതാണ് സംഭവം. ആഹാ, AC ആണ് കേട്ടോ, AC. മറീൻ ഡ്രൈവ് കാറ്റത്ത് വലിമായുന്ന നേരം, ഫോർട്ട് കൊച്ചി തെരുവിൽ കഥ പറയും ചുവരും, ചൂടോടെ കടലിന്റെ തിരയോടെ ഈ നഗരം എന്നെ മെല്ലെ മെല്ലെ മാറ്റുന്നു. ഓ കൊച്ചി നീ ഒരു ഫീലിംഗ് ആണ്, പച്ചയ കഥകളും പുതിയ സ്വപ്നങ്ങളും. ഓ കൊച്ചി നീ കായലിലലിയും എന്റെ വ്ലോഗിലല്ല മനസ്സിലാണ്. വാട്ടർ മെട്രോയിൽ ഇറങ്ങി വന്നു. പക്ഷെ ഇതിനുള്ളിൽ കയറി ഇങ്ങനെ നല്ല ഭംഗിയൊരു ക്രിയേറ്റീവ് ദിവസത്തിലാണ്. ഫോർട്ട് കൊച്ചി എത്തി. എൻ്റെ മെട്രോ സ്റ്റേഷനാണ് വാട്ടർ മെട്രോയുടെ. പുറത്തിറങ്ങുമ്പോഴേ സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ഇത് ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, എവിടേക്കെങ്കിലും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. മറീൻ ഡ്രൈവ് കാറ്റത്ത് വെയിലുമായുന്ന നേരം, ഫോർട്ട് കൊച്ചി തെരുവിൽ കഥ പറയും ചുവരും, ചൂടോടെ കടലിന്റെ തിരയോടെ ഈ നഗരം എന്നെ മെല്ലെ മെല്ലെ മാറ്റുന്നു. ഓ കൊച്ചി നീ ഒരു ഫീലിംഗ് ആണ്, പഴയ കഥകളും പുതിയ സ്വപ്നങ്ങളും. ഓ കൊച്ചി നീ കായലിൽ അലയും എന്റെ ലോകിലല്ല മനസ്സിലാണ്. ഓ കൊച്ചി നീ ഒരു ഫീലിംഗ് ആണ്, പഴയ കഥകളും പുതിയ സ്വപ്നങ്ങളും. ഫോർട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് നല്ല സീ ഫുഡും ഇതൊക്കെ കഴിച്ചു. ചെമ്മീൻ റോസ്റ്റ്, ചപ്പാത്തി എല്ലാം കഴിച്ചിട്ട് ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ജൂതസ് സ്ട്രീറ്റ് എന്നുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ജൂതസ് സ്ട്രീറ്റിലുള്ള ഒരു പെർഫ്യൂം ഫാക്ടറിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു 3600 ലിറ്ററിൻ്റെ വലിയൊരു പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ബോട്ടിൽ കേട്ടോ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേൾഡ് ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിൽ, 3600 ലിറ്ററാണ് കപ്പാസിറ്റി ഇതിലുള്ളത്. ഇവിടെ പിന്നെ കുറേ ചന്ദനത്തിൻ്റെ ഓരോരോ ഫ്ലേവറുകൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു പഴയ പ്രോസസ്സിംഗ് ആണ് പെർഫ്യൂം ഉണ്ടാക്കുന്നതിൻ്റെ. ചന്ദനത്തിരികളാണ് ഒരു 412 ഐറ്റംസ് ചന്ദനത്തിരികളാണ് ഇതിലുള്ളത്. നമ്മൾ പറയുന്ന ഇതിലെ പെർഫ്യൂമിൻ്റെ സിഗ്നേച്ചർ പെർഫ്യൂമാണ്. എല്ലാം 24 hours സ്റ്റേജ് വിത്തൗട്ട് ആൽക്കഹോളാണ്. ആൽക്കഹോൾ വരുമ്പോഴാണ് ലാസ്റ്റിംഗ് കുറയുന്നത്. ആൽക്കഹോൾ ഫ്രീ ആയതാണ് 24 hours സ്റ്റേജ്. പറയുന്നത് ഇവിടുന്ന് ഉണ്ടാക്കി തരും. ഇഷ്ടംപോലെ അത്തറുണ്ടോടെ ഒരുപാട് അത്തറുണ്ട്. മട്ടാഞ്ചേരിയിലെ ജൂതസ് സ്ട്രീറ്റിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരുപാട് വർഷം മുമ്പ് ഞാനൊരു ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ ആൽബമൊക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ട്രീറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചിയൊക്കെ ആയിട്ട്. കാരണം ഇവിടുത്തെ ജൂത സ്ട്രീറ്റ് എന്ന് പറയുന്നത് അവിടെ ലാസ്റ്റ് ഒരു ജൂതപ്പള്ളിൻ്റെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ജൂതപ്പള്ളിയാണ്. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഇവിടെ ഇടയ്ക്ക് ഇവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് പഴയ ബിൽഡിങ്ങാണ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് അങ്ങനത്തെ കരകൗശല സംഭവങ്ങളും പിന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടുള്ള കുറേ ഷോപ്പുകളെല്ലാം ആ ഒരു പഴയ സ്റ്റൈലുള്ളത്. ഇതൊരു മ്യൂസിയമാണ്. ഈ ജൂതന്മാരെ പഴയ ഇതുള്ള ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ജൂതപ്പള്ളി ഉള്ളത്. ഞങ്ങൾ കയറുന്നില്ല. ഇവിടെ ഒരുപാട് വിദേശികളൊക്കെ വന്നിട്ടുണ്ട്. രസമുണ്ട് കേട്ടോ ഒരു സ്ട്രീറ്റിലൂടെ അങ്ങനെ നടക്കുമ്പോൾ. ഒരു വെറൈറ്റി പഴമ.
പാലസ് എന്ന് പറഞ്ഞിട്ട് പഴയ ഡച്ച് പാലസാണ്. പക്ഷേ ഇപ്പോൾ ഇത് പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ ബോർഡ് കാണുന്നത്. ചെറിയ കൂടെ ഇതിനോട് ചേർന്നിട്ടൊരു ക്ഷേത്രമുണ്ട് ഇവിടെ. ഇത് ശരിക്കൊരു ക്ഷേത്രം തന്നെയാണ്. പക്ഷേ ഇത് ക്ഷേത്രം ആക്കിയതാണ്, പഴയൊരു പാലസാണ്. ഡച്ചുകാരുണ്ടാക്കിയൊരു പാലസാണ്. ഇപ്പോൾ അത് ക്ഷേത്രം ആയിട്ട് മാറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കാണണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല, ടൈമില്ല. അപ്പോൾ ഇവിടെ ജൂത സ്ട്രീറ്റും ആ പാലസൊക്കെ അത്രേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് മട്ടാഞ്ചേരി ഒന്ന് കറങ്ങിയെന്നുള്ളൂ. കാര്യമായിട്ട് ഇവിടെ ഒന്നും കാണാൻ അത് സമയമില്ലെന്നത്. ഞാൻ ജസ്റ്റ് ഒരു കൊച്ചി ബ്ലോഗാണ്. അപ്പോൾ ഒരു വൈഡായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇവിടുന്ന് വേറെ യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നുള്ളത് മട്ടാഞ്ചേരി, നമ്മളെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ വാട്ടർ മെട്രോ, അതേപോലെ ഇവിടുന്ന് മട്ടാഞ്ചേരി നിന്നുണ്ട്. അവിടെ ഫോർട്ട് കൊച്ചിയിലാണ് ഞാൻ ഇറങ്ങിയത്. ഇപ്പോൾ മട്ടാഞ്ചേരിയിൽ നിന്ന് സെയിം അതേ സ്ഥലത്തേക്ക്, അതായത് നമ്മളെ മറൈൻ ഡ്രൈവിലേക്ക് നോക്കിയോട്ടെ, അവിടെ നിന്ന് ടിക്കറ്റ് ഉണ്ടാകും. അപ്പോൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഇങ്ങോട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് വന്ന് ഇതുപോലെ കാർഡ് എടുത്തിട്ട് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിങ്ങൾ ഈ ജൂത സ്ട്രീറ്റൊക്കെ കറങ്ങി കഴിഞ്ഞാൽ ഇവിടെ മട്ടാഞ്ചേരി വരികയാണെങ്കിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് വീണ്ടും ഇതേ സംഭവമുണ്ട്, ഈ ഈ വാട്ടർ മെട്രോ എന്നുള്ളത്. അത് നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ മെട്രോ വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നു. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം സെയിം ആണ്. ഇങ്ങോട്ട് വന്നത് തന്നെ സെയിം തന്നെയാണ്. ഞാൻ അവിടെ വന്ന് ചെന്നിട്ട് നേരെ വൈറ്റിലേ പോകണം. മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മളവിടെ ബോട്ട് ഇറങ്ങിയില്ല. ബോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഷോപ്പുകളുണ്ട്. അവിൽ മിൽക്കിൻ്റെയും ജ്യൂസിൻ്റെയും മറ്റേ കൂൾ ഡ്രിങ്ക്സ് അത് ഇതൊക്കെ ആയിട്ടുള്ള സ്പോർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയുള്ള ഷോപ്പുകളാണ്. ഞാൻ ഇവിടുന്ന് അങ്ങനെ വൈറ്റിലേ പോകാനുള്ള പരിപാടി നോക്കുകയാണ്. ചായ സ്നാക്സ് പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് വൈറ്റിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്തണം. അപ്പോൾ ഞാൻ ബസ്സൊക്കെ കയറി പിടിച്ച് ഡയറക്റ്റ് പോകാനും പറ്റില്ല. അപ്പോൾ വേറെ സ്ഥലത്ത് പോയിട്ട് പോകണം. അപ്പോൾ അതിനാണ് ഞാനിത് ഊബർ ബുക്ക് ചെയ്ത്. ഊബർ വരാന്ന് പറഞ്ഞിട്ട് 2-3 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും സാധനം. ഓ കാശാശാൻ അവിടെ നിൽക്കണ വണ്ടി. നമ്മൾ ഓപ്പറേഷൻ ആ ബോസ് ജിജു എന്താ പേര്? ജോജി. നമ്മളെ ഊബർ ചേട്ടൻ എന്താ ജിജു അല്ലേ? ജോജി. ആളൊരു പ്രവാസിയാണ്. 10-14 വർഷം അജ്മാലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ നാട്ടിൽ വന്നിട്ട് 7 മാസം അല്ലേ? 7 മാസമായിട്ട് ഇപ്പോൾ ആള് ഊബറിൽ വർക്ക് ചെയ്യണം. എന്ത് അവിടെ എന്തായിരുന്നു പരിപാടി? ഇപ്പോൾ മിനറൽ വാട്ടറിന്റെ കമ്പനിയാണ്. അത് ശരി, ഒഴിവാക്കി പോകുന്നത്? ഒഴിവാക്കിയില്ല, തൽക്കാലം വന്നിട്ട് നോക്കിയല്ലേ. ഇവിടെ ഇങ്ങനെ അങ്ങ് നിന്നു. ഗുരുവായൂരിൽ നിന്ന് 6:50 ട്രെയിനിൽ നിന്ന് പുറപ്പെട്ട് കൊച്ചിയിലേക്കുള്ള ഒരു യാത്ര. ഇവിടെ കൊച്ചിയുടെ തിരക്ക് പിടിച്ച ഒരു ജീവിതം. വളരെ വൈഡായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്നാലും പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഞാൻ ചെയ്തത്. കൊച്ചിയുടെ ഉള്ളുകളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള വിശദമായ വ്ളോഗൊക്കെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, ഞാൻ വേറൊരു യാത്രയിലാണ്. അപ്പോൾ കൊച്ചിയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ് ഈ വ്ളോഗിലൂടെ പങ്കുവച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ പുതിയ വീഡിയോ ചെയ്യാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ, മോക്ഷവിധാനം രാഹം ജാനേ മോക്ഷ കവാടം രാഹം ജാനേ.